أعوذ بالله من الشيطان الرجيم. يا بني إسرائيل قد أنجيناكم من عدوكم وواعدناكم جانب الطور الأيمن ونزلنا عليكم المن والسلوى كلوا من طيبات ما رزقناكم ولا تطغوا فيه فيحل عليكم غضبي ومن يحلل عليه غضبي فقد هوى وإني لغفار لمن تاب وآمن وعمل صالحا ثم اهتدى وما أعجلك عن قومك يا موسى قال هم أولئك على أثري وعجلت إليك ربي لترضى قال فإنا قد فتنا قومك من بعدك وأضلهم السامري فرجع موسى إلى قومه غضبان أسفا قال يا قوم ألم يعدكم ربكم وعدا حسنا أفطال عليكم العهد أم أردتم أن يحل عليكم غضب من ربكم فأخلفتم موعدي. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ കലാമ പഠിക്കാൻ ഒരുമിച്ച് കൂടിയ നമുക്ക് വിജ്ഞാനത്തിൻ്റെ സദസ്സുകൾക്ക് ലഭിക്കുന്ന എല്ലാ ഫضലുകളും ശ്രേഷ്ഠതകളും അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ആയാത്തുകൾ, പരിശുദ്ധ ഖുർആനിലെ ആയാത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന് വഴി കാണിക്കുന്ന, ജീവിതത്തിൻ്റെ നേർരേഖ വരക്കുന്ന സത്യസന്ധമായ ദീനിയായ ആ അറിവ് അവൻ്റെ ജീവിതത്തിൽ സ്വായത്തമാക്കാനും കിട്ടിയത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും സാധ്യമാകുന്ന അത്ര തൻ്റെ ജീവിതത്തിൽ അത് കൊണ്ടു നടക്കുവാനും ഒരു വിശ്വാസി ജാഗ്രതയുള്ളവനാകണം. പ്രവാചകന്മാരുടെ ജീവിത ചരിത്രത്തിലെ അധ്യാപനങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഭാഗങ്ങളെല്ലാം വേറിട്ട വ്യത്യസ്തമായ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. എല്ലാ പ്രവാചകന്മാരുടെയും ഒരേ ചരിത്ര സംഭവങ്ങളല്ല വിശദീകരിക്കുന്നത്. ഏറ്റവും അധികം വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അത് പല ഘട്ടങ്ങളിലായി, പല ഭാഗങ്ങളായി നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്ന സൂറത്ത് ത്വാഹയിലെ ഭാഗങ്ങളിലൂടെയാണ്. അവിടുന്ന് തൗറാത്ത് മേടിക്കാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാം വേഗത്തിൽ അള്ളാഹുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ വമാ അഅ്ജലക അൻ ഖൗമിക യാ മൂസ, എന്തിനാണ് താങ്കൾ ഇത്ര ധൃതിപ്പെട്ടുകൊണ്ട് തൻ്റെ കൗമിൽ നിന്ന് ഇങ്ങോട്ട് വന്നതെന്ന രൂപത്തിൽ ചോദ്യം, ഒരു ധൃതി കാണിച്ചതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ സലഫുകളുടെ ജീവിത രീതി മനസ്സിലാക്കാൻ പറ്റുന്ന ഗ്രന്ഥമാണ് ഹില്യത്തുൽ ഔലിയ എന്ന് പറയുന്നൊരു കിതാബുണ്ട്. അതിൽ ഹാത്തിമുൽ അസം എന്ന ഹിജ്റ 237 മരണപ്പെട്ട താബഈ പണ്ഡിതനായ ഹാത്തിമുൽ അസം റഹിമഹുല്ല രേഖപ്പെടുത്തുന്നുണ്ട്, സാധാരണഗതിയിൽ നമ്മുടെ ജീവിത മേഖലയിൽ അജലത്ത് കാണിക്കുക, ധൃതി കാണിക്കുക എന്നത് ശൈത്വാനിൽ നിന്നുണ്ടാകുന്നതാണ്. നമ്മുടെ ജോലി തിരക്കുകളുടെ ഇടയിൽ, നമ്മുടെ യാത്രയിൽ, നമ്മുടെ ഡ്രൈവിങ്ങിൽ അജലത്ത് കാണിക്കുക, ധൃതി കാണിക്കുക, ആവശ്യമില്ലാത്ത തിരക്കൂട്ടുക എന്നുള്ളത് ഒരു തരം ശൈത്വാനീയത്തിൻ്റെ ഷർറാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇല്ലാ ബി ഹംസത്തിൻ, 5 കാര്യങ്ങളിലല്ലാതെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ധൃതി കാണിക്കരുത്. ഔല, അതിൽ ഒന്നാമത്തേത് ഇൻദൽ ളിയാഫ, ആതിഥ്യ മര്യാദകളിൽ തൻ്റെ അതിഥികളെ സൽക്കരിക്കാൻ, വീട്ടിലേക്ക് വന്ന അതിഥികളെ വേണ്ടതുപോലെ വേഗത്തിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മളൊരു അജലത്തുണ്ടാവണം, ധൃതിയുണ്ടാവണം. അത് തെറ്റില്ലാത്തതാണ്.
വസാനി രണ്ടാമത്തേത് ഇന്ദൽ ജനാസ, ജനാസയുമായി ബന്ധപ്പെട്ട സമയത്ത് നമുക്കൊരു ധൃതി ഉണ്ടാവണം. എത്രയും വേഗം കുളിപ്പിക്കണം, വേഗം മറവ് ചെയ്യണം, വേഗത്തിൽ പള്ളിക്കാട്ടിലെത്തിക്കണം. അദ്ദേഹത്തിന് ലഭിക്കാനിരിക്കുന്ന എല്ലാ സുഖങ്ങളും അനുഗ്രഹങ്ങളും വേഗത്തിൽ അദ്ദേഹത്തിന് ലഭിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഖബറടക്കം കഴിയണം. അതുകൊണ്ട് ജനാസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വൈകിപ്പിക്കാതെ വേഗത്തിലാക്കുന്നത് സുന്നത്തിൽപ്പെട്ടതാണ്. വസാലിസ് മൂന്നാമത്തേത് അന്നിക്കാഹ്, വിവാഹപ്രായമെത്തിയ ആൺകുട്ടിയെ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കുന്നതിൽ ഒരു ധൃതി വേണം. അത് പിന്നെയാകാം വൈകിപ്പിക്കുക എന്നത് ഒരു നടപടിയല്ല. വേഗത്തിൽ പ്രായമായവരെ വിവാഹം കഴിപ്പിക്കുന്നതിൽ നിങ്ങൾക്കൊരു അജലത്തുണ്ടാവണം. നാലാമത്തേത് ഇന്ദ ഖളാഇ ദൈനി, കടം വീട്ടുന്ന കാര്യത്തിലാണ്. നമ്മുടെ കടം, ജീവിതത്തിൽ കയ്യിൽ പിടിച്ചിരിക്കുന്ന കടമുണ്ടെങ്കിൽ 1 രൂപ മുതൽ 1000 രൂപ വരെയാണെങ്കിലും 1000കണക്കിന് രൂപന്റെ മേലെയാണെങ്കിലും കടബാധ്യതയുള്ള മനുഷ്യന്റെ ഏറ്റവും വേഗത്തിൽ ചെയ്യേണ്ട പണി വേഗം കടം വീട്ടലാണ്. അതിനുവേണ്ടി അദ്ദേഹം നന്നായി പരിശ്രമിക്കേണ്ടതുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. വൽ ഖാമിസ്, അഞ്ചാമത്തേത് തൗബ, താൻ ഏതെങ്കിലും ഒരു തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പശ്ചാത്തപിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ നീട്ടിവെക്കാതെ വേഗത്തിൽ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ് വേണ്ടത്. യാതൊരു കാരണവശാലും അത് നാളേക്ക് പിന്തിപ്പിക്കേണ്ടതല്ല എന്നർത്ഥം. മഹാനായ ഇമാം ദഖാഖ് റഹിമഹുല്ലാ തഫ്സീറിലൊക്കെ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും, ഖുർത്തുബിന്റെ തഫ്സീറിലൊക്കെ കാണാൻ സാധിക്കും. ഒരാളുടെ ജീവിതത്തിൽ മരണ ചിന്തകൾ കയറി വന്നു കഴിഞ്ഞാൽ, ഞാൻ മരിക്കും, ഒരുപക്ഷെ അടുത്ത സമയങ്ങളിൽ ഞാൻ മരിക്കാം, എനിക്കിനി അധിക ജീവിത കാലഘട്ടം കിട്ടൂല എന്ന തോന്നലും ചിന്തയും വന്നാൽ അയാളിൽ 3 ഗുണങ്ങൾ കയറി വരും. അതിലൊന്ന് പറഞ്ഞിരിക്കുന്നത് നശാത്തുൻ ഫിൽ ഇബാദ, അയാൾ ആ മരണചിന്ത തലയിൽ കയറി വന്നത് മുതൽ പിന്നെ ആരാധനകളിൽ ഉന്മേഷവാനാകും. മരണചിന്ത കയറി വന്ന ഒരാളെ നമ്മളിനി വേറെ വഅദ് കൊടുക്കേണ്ട ആവശ്യമില്ല. അയാൾക്കൊരു ഉപദേശം കിട്ടിയിട്ടുണ്ട്, ഞാൻ മരിക്കും, ഞാൻ ഏത് സമയവും മരിക്കാം എന്ന് ഫിക്ർ കയറിക്കഴിഞ്ഞാൽ നശാത്തുൻ ഫിൽ ഇബാദ, അവന്റെ ആരാധനകളിൽ അവൻ ഉന്മേഷവാനാകും. അവനെ ദഅവാ രംഗത്ത്, ദീനി പഠനരംഗത്ത്, ജമാഅത്ത് നമസ്കാരത്തിന്റെ രംഗത്ത്, എന്ത് കാര്യത്തിൽ മുന്നിൽ അയാൾ എത്തിയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ആടിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോണ പോലെ ആകെ അങ്ങോട്ട് വലിച്ചു കൊണ്ടുവരേണ്ടി വരും. ഞാൻ ഏത് തൊട്ടടുത്ത സെക്കൻഡിൽ വരെ ഞാൻ മരിക്കാൻ തയ്യാറാകേണ്ടവനാണ് എന്ന് കയറിക്കഴിഞ്ഞാൽ അവൻ നശാത്തുണ്ടാകും. 2, അവൻ വേഗത്തിൽ തൗബ ചെയ്യാൻ തുടങ്ങും, വൈകിപ്പിക്കൂല. അവന് വേഗത്തിൽ ഇനി സമയം കിട്ടിക്കൊള്ളണം എന്നില്ല എന്ന തോന്നൽ അവന് വരും. 3, ഖനാഅത്തുൽ ഖൽബി, കയ്യിൽ കിട്ടിയത് കൊണ്ട്, ജീവിതത്തിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ അവന്റെ മനസ്സ് സന്തോഷമാവും. എന്തുകൊണ്ട് ഞാനിപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ എന്നുള്ള രൂപത്തിലും യാതൊരു നിരാശയും ആവശ്യമില്ലാത്ത രൂപത്തിൽ ലഭിച്ചതുകൊണ്ട് സന്തോഷകരമായി ജീവിക്കാൻ അവനെ തോന്നിപ്പിക്കുന്നത് അവൻ്റെ മരണചിന്തയാണ്. നേരെ വിപരീതമായിരിക്കും, 3 എണ്ണത്തിൻ്റെ നേർവിപരീതമായിരിക്കും. ഒരാൾക്ക് മരണം എന്നുള്ള ചിന്ത നഷ്ടപ്പെട്ടാൽ ആരാധനകളിൽ അവൻ കസ്ലാനാകും. കസ്ലാൻ മടിയനാകും, അലസനാകും, നിഷ്ക്രിയനാകും. തൗബ അവൻ വൈകിപ്പിക്കും. ഉള്ളത് കൊണ്ടൊരിക്കലും അവൻ സംതൃപ്തനാകൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഇസ്ലാമിലൂടെ നമുക്ക് ലഭിക്കുന്ന പൂർണ്ണമായ സംതൃപ്തകരമായ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിലെല്ലാം അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ നല്ല മുറാദുകളും ഹാസിലാക്കി തരുമാറാകട്ടെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു വന്നത് മൂസാ നബി അലൈഹിസ്സലാം അവിടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തുന്ന ആ സമയം വരെ, അല്ലെങ്കിൽ ആ തൗറാത്തിൻ്റെ മേടിക്കാൻ വേണ്ടി പോകുന്നൊരു കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തൻ്റെ നാട്ടിലെ ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും ആ ഒരു പ്രവാചകൻ അറിയില്ല. നബിമാർക്ക് ലോകത്തെ എല്ലാ വിവരങ്ങളും അറിയാം എന്ന് വാദിക്കുന്നവരുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കുകയാണ് മൂസാ നബി അലൈഹിസ്സലാമിനെ, ഞാൻ ഇവിടുന്ന് പോയാൽ ഇവിടെ ഒരു പശുക്കുട്ടിനെ ആരാധിക്കുമെന്ന് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ മൂസാ നബി അങ്ങോട്ട് തിരക്കിട്ട് പോകൂലായിരുന്നു. അവിടെ പറഞ്ഞ സംഭവം നടന്നിട്ടുണ്ട് എന്ന കാര്യം മൂസാ നബി അലൈഹിസ്സലാം പിന്നീടാണ് അറിയുന്നത് പോലും.
അപ്പോൾ ഇതൊക്കെ പ്രവാചകന്മാർക്ക് എല്ലാ സമയത്തും ഇങ്ങനെ ഗൈബിയായ വിവരം കിട്ടുമെന്ന് പറയാൻ കഴിയൂല. ഇവിടെ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ സംസാരത്തിൽ തന്നെ പറയുന്നുണ്ട്, ഖാലഹും ഉലായി അലാ അഥരി വഅജിൽതു ഇലൈക റബ്ബി ലിതർളാ. റബ്ബേ, നീ ഇഷ്ടപ്പെടാനും നീ തൃപ്തിപ്പെടാനും വേണ്ടിയാണ് ഞാനിങ്ങനെ ഇതിനു വേണ്ടി വരുന്നത്. ഖാല, അപ്പോൾ അള്ളാഹു പറഞ്ഞു കൊടുക്കണം, ഫഇന്നാ ഖദ് ഫതന്നാ ഖൗമക മിൻ ബഅദിക വഅളല്ലഹുമുസ് സാമിരിയു. സാമിരി അവരെ പിഴപ്പിച്ചു, നീ പോയതിന് ശേഷം നിന്റെ കൗമിൽ വലിയ പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്ക് ആയത്തൊന്ന് ഓതി നോക്കാം. 3 ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വമാ അഅജലക അൻ ഖൗമിക യാ മൂസാ قال هم أولئك على أثري وعجلت إليك ربي لترضى قال فإنا قد فتنا قومك من بعدك وأضلهم السامري فرجع موسى إلى قومه غضبان أسفا قال يا قوم ألم يعدكم ربكم وعدا حسنا أفطال عليكم العهد أم أردتم أن يحل عليكم غضب من ربكم فأخلفتم موعدي. قال فإنا قد فتنا قومك من بعدك وأضلهم السامري. സാമിരിയു എന്നാണ് അവിടെ. സാമിരിയു ലൊമ്മിൽ വഖഫ് ചെയ്യാൻ കഴിയില്ല, സുക്കൂനാക്കി വഖഫ് ചെയ്യണം. അപ്പം എന്ത് ചെയ്യുക? വഅളല്ലഹുമുസ് സാമിരി. സാമിരി ആയത്തൊന്ന് ചോദിക്കുക. قال فإنا قد فتنا أضلهم فرجع موسى إلى قومه غضبان أسفا قال يا قوم ألم يعدكم ربكم وعدا حسنا أفطال عليكم العهد أم أردتم أن يحل عليكم غضب من ربكم فأخلفتم موعدي. മൂസാ നബി അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. ഫറജഅ മൂസാ നബി അവരിലേക്ക് തിരിച്ചു ചെന്നു. ഇലാ ഖൗമിഹി, വാർത്ത കേട്ടിട്ട് ഗളബാന അസിഫ, ദേഷ്യം പിടിച്ച് ദുഃഖിതനായിട്ടാണ് വരുന്നത്. ഖാല, എന്നിട്ട് അദ്ദേഹം ചോദിക്കണം, യാ ഖൗം, അല്ലയോ ജനങ്ങളെ, അലം യഇദുക്കും റബ്ബുക്കും വഅദൻ ഹസന, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് എന്തൊരു നല്ല വാഗ്ദാനമാണ് നൽകിയത്. താമസിക്കാനുള്ള സ്ഥലങ്ങൾ, ഭക്ഷണങ്ങൾ, നല്ലപോലെ ജീവിച്ചാൽ കൂടുതൽ കൂടുതൽ തരാമെന്ന് റബ്ബൊക്കെ വാഗ്ദാനം പറഞ്ഞിട്ട്, അഫത്വാല അലൈക്കുമുൽ അഹ്ദു, നിങ്ങൾക്ക് അഫത്വാല അലൈക്കുമുൽ അഹ്ദ്, ആ കാര്യം പറഞ്ഞിട്ട് കാലം ഒരുപാടങ്ങ് നീണ്ടുപോയോ? നിങ്ങൾ മറന്നിക്കാണ്, അത്ര വലിയ കാലങ്ങളായിട്ടുണ്ടോ? അം അറത്തും അൻ യഹില്ല അലൈക്കും ഗളബും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ ദേഷ്യം നിങ്ങൾക്ക് വരണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതാണ് ശിക്ഷ ഇറങ്ങണമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഫഅഖ്ലഫ്തും മൗഇദി, എന്നിട്ട് നിങ്ങൾ എൻ്റെ വാഗ്ദാനങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് നിങ്ങൾ നടക്കുകയാണോ? നിങ്ങൾ അള്ളാഹിനെ ധിക്കരിച്ച്, പ്രവാചകനെ ധിക്കരിച്ച് അള്ളാഹിൻ്റെ ദേഷ്യവും കോപം മേടിക്കാൻ വേണ്ടി നടക്കുകയാണോ എന്നവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈജിപ്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് വരുന്ന വഴിക്ക് ഈ ബനു ഇസ്രായേലുകാരിങ്ങനെ ആ യാത്ര ചെയ്തിങ്ങനെ പോരുന്ന വഴിക്കാണ് ബിംബങ്ങളെ വെച്ച് പൂജിക്കുന്ന ഒരു ജനവിഭാഗത്തെ ഇവർ കാണുന്നത്.
അപ്പോൾ അവരിങ്ങനെ ഒരു ആരാധ്യ വസ്തുവിന് മുമ്പിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ആരാധിക്കുന്ന രംഗവും അവരുടെ ആ ഭക്തി ആ കാട്ടിക്കൂട്ടിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ഇതേ ബനു ഇസ്രായേലിയർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്കും അതേപോലെ ഒരു ആരാധ്യ വസ്തുവിനെ തന്നൂടെ, ഞങ്ങൾക്കൊരു ആരാധ്യ വസ്തുവിനെ തന്നൂടെ ഇങ്ങനെ ആരാധിക്കാൻ. ഖാലൂ യാ മൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്കൊക്കെ ആരാധിക്കാൻ ആരാധ്യ വസ്തുക്കളുള്ള പോലെ ഞങ്ങൾക്കും എന്തെങ്കിലും ഒരു വസ്തുവിനെ ആരാധിക്കാൻ തന്നൂടെ. ഖാല ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, നിങ്ങൾ വിവരമില്ലാത്ത ഖൗമായി പോയല്ലോ എന്ന് മൂസാ നബി ചോദിക്കുക. അതായത് ഒരു വസ്തുവിനെ വെച്ച് ആരാധിക്കണം എന്നുള്ള ആവശ്യം വന്നപ്പോൾ ഇന്ന ഹൗലാഇ മുതബ്ബറും മാ ഹും ഫീഹി വബാതിലും മാ കാനൂ യഅമലൂൻ, നിശ്ചയമായും നിങ്ങൾ വിഡ്ഢിത്തം പ്രവർത്തിക്കുന്നവരായി, നിങ്ങൾ മുതബ്ബറായി, നിങ്ങൾ ബാത്തിലുകളായി, നാശമടഞ്ഞ പ്രവർത്തനങ്ങൾ, നിഷ്ഫലമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വിവരം കുറഞ്ഞവരായി നിങ്ങൾ മാറിയല്ലോ എന്ന് ആ പ്രവർത്തനത്തെ, വിഗ്രഹാരാധനയെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ ആരാധിക്കുന്ന അവസ്ഥ വന്നപ്പോൾ തന്നെ അപ്പോഴേ അവരോട് പറഞ്ഞത്, അവരുടെ മനസ്സിനുള്ളിൽ അങ്ങനെ ഒരു സങ്കല്പം കയറി വന്നിട്ടുണ്ട് എന്നത് ആ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള പ്രവാചകന്മാരെല്ലാവരും മനുഷ്യരുടെ മനസ്സിലേക്ക് ശിർക്ക് കയറി വരുന്ന രംഗത്തെ നന്നായി ഭയപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഒരിക്കൽ ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞത്, ഒരു ഉറുമ്പ് അരിച്ചു വരുന്നത് പോലെ വളരെ രഹസ്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് ശിർക്കിൻ്റെ അംശങ്ങൾ കയറി വരാം. തബീബിൻ നംലി എന്ന് പറഞ്ഞ് ഉറുമ്പരിച്ചു വരുന്നതിനേക്കാൾ കോപ്യമായി കൊണ്ട് ശിർക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാം. വല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവാണേ സത്യം. അത് അത്രയും ഗണ്യതമായിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് അതിനെ വരാതിരിക്കാൻ, ശിർക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്ത രംഗം ഹദീസിൽ വന്നിട്ടുണ്ട്. രണ്ട് തരത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ശിർക്കുകൾ വരാം. ഒന്ന് ഷിർക്കുൽ അക്ബറാണ്. ഷിർക്കുൽ അക്ബർ എന്ന് പറഞ്ഞാൽ വലിയ ഷിർക്ക്. അതിലെന്തൊക്കെ പെടും? ഒരിക്കൽ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടത്. ഷിർക്കുൽ അക്ബറിൽ എന്തൊക്കെ പെടും? അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിയ, അള്ളാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥന, നേർച്ച, വഴിപാടുകൾ, അങ്ങനെയുള്ള വലിയ ഷിർക്കെല്ലാം അതിൽപ്പെട്ടു. എന്നാൽ ഷിർക്കുൻ അസ്ഗർ എന്ന് പറയുന്ന ഒന്നുണ്ട്. അതെന്തായിരിക്കും? ഒരു മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മറ്റുള്ള ആളുകൾ കാണാനും അള്ളാഹുവിൻ്റെ കൂലിക്കപ്പുറത്ത് വേറെ ലക്ഷ്യങ്ങൾ വന്ന് കയറി വരുന്ന റിയാഇനെ വിളിച്ച പേര് ഷിർക്കുൻ അസ്ഗർ എന്നാണ്. ചെറിയ ഷിർക്ക് എന്നാണ് പറഞ്ഞത്. അതും സൂക്ഷിക്കേണ്ടതാണ്. ഒരുപാട് ആളുകളുടെ സൽക്കർമ്മങ്ങളെ പൊളിച്ചു കളയുന്നതായിരിക്കും അതെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് പറഞ്ഞതിന് ശേഷമാണ് അടുത്ത ആയത്ത് നമുക്കിനി പഠിക്കാനുള്ളത്. 87-ാമത്തെ ആയത്താണ്. ശ്രദ്ധിക്കാം. ഖാലൂ മാ അഖ്ലഫ്നാ മൗഇദക ബിമൽകിനാ വലകിന്നാ ഹുമ്മിൽനാ ഔസാറം മിൻ സീനത്തിൽ ഖൗം ഫഖദഫ്നാഹാ ഫകദാലിക അൽഖസ്സാമിരി. 87 മുതലുള്ള ആയത്തുകൾ ഞാൻ ഓതിത്തരാം, ഒന്ന് ശ്രദ്ധിച്ചു ഓതാം. ഖാലൂ മാ അഖ്ലഫ്നാ മൗഇദക ബിമൽകിനാ قالوا ما أخلفنا موعدك بملكنا ولكننا حملنا أوزارا من زينة القوم ولكننا حملنا أوزارا من زينة القوم فقذفناها فكذلك ألقى السامري
فأخرج لهم عجلا جسدا له خوار فقالوا هذا إلهكم وإله موسى فنسي أفلا يرون ألا يرجع إليهم قولا ولا يملك لهم ضرا ولا نفعا أفلا يرون ألا يرجع إليهم قولا ولا يملك لهم ضرا ولا نفعا അപ്പോൾ ഓതിയ ആയത്തുകൾ ഒന്നുകൂടി പറയാം. ഖാലു മാ അഖ്ലഫ്ന, മാ അവിടെ മദ് തൊട്ടടുത്ത് ഹംസാണ്. മാ അഖ്ലഫ്ന മൗഇദക ബിമൽകിന, സാധാരണ മുൽക്കാണ് നമ്മൾ കേൾക്കാറുള്ളത്, ഇവിടെ ബിമൽകിന. വലാകിന്ന ഹുമ്മിൽന ഔസാറം മിൻ സീനത്തിൽ ഖൗം, ഔസാർ സീനത്ത് സായാണ്, زينة القوم فقذفناها فكذلك ألقى السامري فأخرج لهم عجلا جسدا له، عجل عينان، عجلا جسدا له خوار فقالوا هذا إلهكم وإله موسى فنسي أفلا يرون ألا يرجع إليهم قولا ولا يملك لهم ضرا ولا نفعا. ആയത്തുകൾ ഒന്നുകൂടി ഓതിക്കോളൂ. قالوا ما أخلفنا موعدك بملكنا ولكننا حملنا أوزارا من زينة القوم فقذفناها فكذلك ألقى السامري فأخرج لهم عجلا جسدا له خوار فقالوا هذا إلهكم وإله موسى فنسي أفلا يرون ألا يرجع إليهم قولا ولا يملك له ضرا ولا نفعا. അപ്പോൾ അവർ സാമരി ഉണ്ടാക്കിയ പശുക്കുട്ടിയുമായിട്ട് ആരാധനാകർമ്മങ്ങളിലേക്ക് കയറി വരിക. അപ്പോഴാണ് ഖാലു, മൂസാ നബി അലൈഹി സ്വലാം അവരോട് ചോദിച്ചല്ലോ, നിങ്ങൾ ഞാൻ പറഞ്ഞ കൽപ്പനക്കൊക്കെ എതിരായിട്ട്, അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾക്കൊക്കെ എതിരെ പ്രവർത്തിച്ചിട്ട് അള്ളാഹിൻ്റെ ശിക്ഷ ഇറങ്ങാൻ വേണ്ടിയാണോ നിങ്ങളിതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ അതിനൊരു മറുപടി പറയുകയാണ്. ഖാലു, അവർ പറഞ്ഞു, മാ അഖ്ലഫ്ന മൗഇദക, മൂസാ നബിയെ, ഞങ്ങൾ നിങ്ങൾ നൽകിയ വാഗ്ദാനം ലംഘിച്ചതൊന്നുമല്ല.
ബിമൗഇദക നിങ്ങളുടെ വാഗ്ദാനത്തെ, ബിമൽക്കിന ഞങ്ങളുടെ ഇഷ്ടപ്രകാരം. മൽക്കിന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹിതപ്രകാരം, ഞങ്ങളുടെ ആഗ്രഹപ്രകാരം, ഞങ്ങളെ ഇഷ്ടപ്രകാരം. അതിനാണ് മൽക്ക് എന്ന് പറയുന്നത്. മൽക്കിന ഞങ്ങളുടെ ഇഷ്ടപ്രകാരം, ഞങ്ങൾക്കാണ് തോന്നിയപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ലംഘിച്ച അങ്ങനെ തീരുമാനമൊന്നുമില്ല. വലാകിന്ന പക്ഷേ, ഹുമ്മിൽന ഞങ്ങൾ വഹിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഞങ്ങൾ പേറേണ്ടി വന്നു, ഔസാറൻ കുറേ ഭാരങ്ങൾ, മിൻ സീനത്തിൽ ഖൗം ആ ജനങ്ങളുടെ അലങ്കാര വസ്തുക്കളിൽ നിന്നും. പോരുന്ന വഴിക്ക് ഇസ്രായേലിയരുടെ അടുത്ത് ഈജിപ്തിൽ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ ആ ജനങ്ങളുടെ കുറേ ധാരാളം സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു. അത് വഹിച്ചുകൊണ്ടാണ് അവർ പോന്നിരുന്നത്. അത് ഉരുക്കിക്കൊണ്ടാണ് സാമിരി പശുക്കുട്ടിനുണ്ടാക്കിയത്. ഖദഫ്നാഹ അവൻ, എന്നിട്ട് ഞങ്ങൾ അത് എറിഞ്ഞു. ഫകദാലിക അതുപോലെ തന്നെ അൽഖസാമിരി സാമിരി അത് എന്ത് ചെയ്തു? തീയിലിട്ട് ഉരുക്കിക്കളഞ്ഞു. ഞങ്ങളൊക്കെ കിട്ടിയ സ്വർണ്ണമൊക്കെ അവിടെയും ഇവിടെ കെട്ടുപോന്നു. സാമിരി എന്ത് ചെയ്തു? ആ സ്വർണ്ണമൊക്കെ തീയിലിട്ട് ഉരുക്കി അതുകൊണ്ട് പല സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കി. ഞങ്ങൾക്ക് സാധനം കണ്ടപ്പോൾ, അവൻ ഉണ്ടാക്കി കഴിഞ്ഞത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര ആകർഷണം. അങ്ങനെ ചെയ്തു പോയതാണ്. അതല്ലാതെ ഞങ്ങൾ നബി എന്നുള്ള നിലക്ക് നിങ്ങളുടെ കൽപ്പനക്ക് ധിക്കരിക്കാൻ വേണ്ടിയിട്ടോ നിങ്ങൾ ലംഘിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഞങ്ങൾ ചെയ്തത്. നമ്മൾ പറയാറുണ്ട്, ഇതിന് സാധാരണ ഒരു കാര്യം സംഭവിച്ചാൽ ഒരു ന്യായീകരണം പറയാൻ വേണ്ടി ശ്രമിക്കും. ഇത് മനുഷ്യൻ്റെ എപ്പോഴുള്ള ഒരു കാരണമാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ക്രമീകരിച്ച് വായിച്ച് അവൻ്റെ ജീവിത സിസ്റ്റത്തെ വായിച്ചാൽ കാണാൻ സാധിക്കും, അവന് പല കാര്യങ്ങളും ചെയ്യാൻ ഒരു പക്ഷേ ചിലപ്പോൾ ഒരു കാര്യം ചെയ്യും, അതൊരുപാട് ആലോചിച്ചിട്ടേക്കും ചെയ്യും. ചിലപ്പോൾ ഒരു കാര്യം ചെയ്തതിന് ശേഷമായിരിക്കും അവൻ കുറേ ഇരുന്ന് ആലോചിക്കാം. ചിലപ്പോൾ അവനൊരു കാര്യം ചെയ്തത് എത്ര മോശത്തരമാണെങ്കിലും അവൻ അതിനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രവണത മനുഷ്യനുണ്ടാവും. ചിലപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ഉടൻ അവൻ ഞാൻ ചെയ്തത് ശരിയല്ല എന്ന് അവൻ ഇതൊക്കെ പല ടൈപ്പ് മനുഷ്യന്മാരുണ്ടാകുന്നു. അവിടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ ഹിതപ്രകാരം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്തതല്ല. ഞങ്ങൾക്ക് കുറേ ഔസാറുകൾ ഭാരങ്ങളൊക്കെ ഞങ്ങൾക്ക് വഹിക്കേണ്ടി വന്ന് ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങളൊക്കെ അത് അവിടെയും ഇവിടെ എറിഞ്ഞു പോന്നു. സാമിരി അതൊക്കെ തീയിലിട്ട് ഉഷാറാക്കി മെരുക്കി എടുത്ത് അതുകൊണ്ട് പല സാധനങ്ങൾ ഉണ്ടാക്കി. അല്ലാതെ ഞങ്ങൾ അങ്ങനെ ഒരു വലിയ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ഫഅഖ്റജ ലഹും ഐജ്ല എന്നിട്ട് അവൻ്റെ കയ്യിലുള്ള ഈ സ്വർണമെല്ലാം ഉരുക്കിയെടുത്ത് ഫഅഖ്റജ ലഹും അവൻ അവർക്ക് പുറത്തു കൊണ്ടുവന്നു കൊടുത്തു, പ്രത്യക്ഷപ്പെടുത്തി കൊടുത്തു. ഐജിലൻ ഒരു ഐജിലിനെ കൊടുത്തു. ഇജില് ബക്കറത്ത് പറഞ്ഞാൽ എന്താ? പശുവാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി അതിൻ്റെ പശുവിൻ്റെ കുട്ടി അല്ലെങ്കിൽ കാളക്കുട്ടിക്കാണ് ഐജിൽ എന്ന് പറയാം. മൂരിക്കുട്ടി കാളക്കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഐജിൽ എന്ന് പറയും. അതിൽ നിന്നൊരു കാളക്കുട്ടിയെ അവർക്ക് കിട്ടി. ആ സ്വർണത്തിൽ നിന്ന് അവൻ രൂപാന്തരപ്പെടുത്തി ഉണ്ടാക്കി. ജസദൻ ലഹു ഒരു ശരീരമായിട്ട് തന്നെ, ഒരു കാളക്കുട്ടിൻ്റെ ശരീരമാക്കിയിട്ട് അവൻ ഉണ്ടാക്കിയെടുത്തു. എന്ന് മാത്രമല്ല, ഹുവാറിൻ നമ്മളെ കളിക്കോപ്പ് ടോയ്സ് ഉണ്ടാക്കുന്ന പോലെ ഹുവാറിൻ, അത് പശുക്കുട്ടി ഒച്ചുണ്ടാക്കുന്ന മുഖയിടുന്നതിനാണ് ഹുവാർ എന്ന് പറയുക. ഹാറ എന്ന് പറഞ്ഞാൽ പശുക്കുട്ടി ശബ്ദം ഉണ്ടാക്കൂലേ, ആ ശബ്ദത്തിനെ ഹുവാർ എന്ന് പറയും. അപ്പോൾ ഇത് ചെറിയ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ രൂപത്തിലാണ് അവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ലഹു ഹുവാറുൻ ആ ശരീരവും അതിൻ്റെ കൂടെ ഒരു ശബ്ദവുമുണ്ട്. ഫഖാലു എന്നിട്ട് അവർ ആ ജനങ്ങൾ പറഞ്ഞു, ഹാദാ ഇലാഹുക്കും ഇതാണ് ഇനി മുതൽ നിങ്ങളുടെ ആരാധ്യൻ. വ ഇലാഹു മൂസ മൂസാ നബിൻ്റെയും ആരാധ്യൻ ഇനി മുതൽ ഇതാണ്. ഫനസിയ മൂസാ നബി മറന്നതാണ്. അത്രക്ക് നമ്മുടെ നബിൻ്റെ ആരാധ്യ വസ്തുവാണ് ഇത് എന്ന് പറഞ്ഞിട്ടാണ് പറയാൻ തുടങ്ങിയത്. അപ്പോൾ എത്ര വലിയ വഞ്ചനയാണ് ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ പുരോഹിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന തട്ടിപ്പ് നമുക്ക് മനസ്സിലാകണമെങ്കിൽ പറയുന്ന വാക്കിൻ്റെ ഗൗരവം നിങ്ങൾ ആലോചിച്ച് നോക്കണം. എത്ര ലളിതമായി, എത്ര സിമ്പിളായിട്ടാണ് ജനങ്ങളെ അവർ പറ്റിച്ചു കൊണ്ടിരിക്കുന്നത്. പല പ്രദേശങ്ങളിലും ചെല്ലുമ്പോൾ അവർ കണ്ടുകൊണ്ടിരിക്കണം. ഇന്നലെ വയനാട് ചെന്നപ്പോൾ ഇരുവിഭാഗം സമസ്തയിലെയും ആളുകൾ നമ്മുടെ സംഘാടകരോട് വന്നിട്ട് പറയാണ്, ഇവിടെ ഒരു പുതിയ ജാറം വരുന്നുണ്ട്, നിങ്ങളതിനെ എതിർത്ത് സംസാരിക്കണം.
ഇരുവിഭാഗം സമസ്തയിൽ ജനങ്ങൾ ഒരു ജാറത്ത് ഒരു ദർഗയെ എതിർക്കാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസ്ഥ അത്ര മോശമായതുകൊണ്ടാണ്. മാത്രമല്ല, അത് ഇക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരാൾ സ്വപ്നം കണ്ടതാണ്, ഇവിടെ ഒരാളെ ജാറുണ്ട് എന്നുള്ളത് സ്വപ്നം കാണുകയാണ്. എന്നിട്ട് അവർ പിന്നെ അത് കെട്ടിപ്പൊക്കി ഉയർത്താൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ തന്നെ അതിനെക്കുറിച്ച് വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇരു സമസ്തക്കാർക്കിടയിലും ഉണ്ട് എന്ന് മാത്രമല്ല, 10-30ഓളം കുടുംബങ്ങൾ അതിന് വിട്ടുനിൽക്കാൻ തയ്യാറാണ് എന്നും നിങ്ങളെപ്പോലുള്ള ആളുകൾ അത് സമൂഹത്തിൽ പറയണമെന്ന് വരെ നമ്മളടുത്ത് വന്ന് പറയാണ്. അപ്പം ജനങ്ങളോട് ഓരോ നിലക്കുള്ള തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന പ്രയോഗങ്ങളും ജനങ്ങളെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന പുരോഹിത സമീപനങ്ങളും ഇതിൻ്റെ വലിയൊരു തെളിവാണ്. ഒരു തങ്ങളെ കറാമത്ത് പറയാൻ വേണ്ടി പറയാണ്, തങ്ങളെ പാമ്പ് കടിച്ചിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളൊന്ന് പോയോക്കി, ഞാൻ ഒരു പാമ്പിനോട് തട്ടിയിട്ടാണ് ഞാൻ പോന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ കടിച്ച പാമ്പ് മൂർക്കം പാമ്പായിരുന്നു, ചത്ത് കിടക്കാണ്. അത്രക്ക് കറാമത്തുള്ള ആളാണ്. ഉസ്താദിനെ തങ്ങളെ കടിച്ച പാമ്പ് ചത്ത് കിടക്കാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും ബർക്കത്തിന് വേണ്ടിയിട്ട് തങ്ങന്മാരുടെ അടുത്ത് ചെന്നാൽ കിട്ടുമെന്ന് പറയാൻ വേണ്ടി അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു പെണ്ണ് ബാറ് കച്ചവടം നടത്തിയിരുന്നു, കള്ള് കച്ചവടം നടത്തിയിരുന്നു, തീരെ കച്ചവടമല്ല. തങ്ങളടുത്ത് ചെന്നിട്ട് ആവശ്യപ്പെട്ടു, തങ്ങളൊരു പേപ്പറിൽ എന്തോ എഴുതി കൊടുത്തിട്ട് ഇത് തൂക്കിയാൽ മതി എന്ന് പറഞ്ഞു. കൊണ്ടുപോയി ബാറിൽ തൂക്കി. അടുത്ത ഒരാഴ്ചക്കുള്ളിൽ വമ്പൻ കച്ചവടമായി, നല്ല കുടിയന്മാരുണ്ടായി. എന്നിട്ട് വീണ്ടും തങ്ങൾക്ക് സമ്മാനം കൊടുക്കാൻ, പാരിതോഷികം കൊടുക്കാൻ വേണ്ടി വരികയാണ്. അപ്പൊ ചോദിച്ചു, ഇത്ര എങ്ങനെയുണ്ട് ഇപ്പൊ കച്ചവടം? ഇപ്പൊ നല്ല സകൃതിയായി തമർത്തി ഉഷാറായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്തിനാ പറയുന്നത്? കറാമത്താണെന്നാ പറയുന്നത്. അപ്പൊ ഈ ജനങ്ങളെ എന്ത് പറഞ്ഞിട്ടാ പറ്റും? കള്ള് കച്ചവടം സമൃദ്ധിയായി എന്നുള്ളത് കറാമത്തിന്റെ തെളിവായിട്ടാണ് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ മനുഷ്യന്മാരെ ഏതൊക്കെ തരത്തിലാണ് വ്യതിചലിക്കുന്നതെങ്കിൽ അന്നത്തെ കാലത്ത് സാമരി പറഞ്ഞ വാക്കാലോചിച്ച് നോക്കി, ഇതാണ് നിങ്ങളുടെ ആരാധ്യൻ, നിങ്ങളുടെ മൂസയുടെ ആരാധ്യൻ ഇതാണ്. ഫനസിയ, മൂസാ നബി മറന്നതാണ്. ജനങ്ങളുടെ ഇടയിൽ ശരിക്ക് ശൈത്താന്റെ വർക്ക് നടക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ജനങ്ങളെ പച്ചയായി അള്ളാഹുവിൽ നിന്ന് വഴിതെറ്റിക്കുക. അഫലാ യറൂന അല്ലാ യർജിഉ ഇലൈഹിം ഖൗലാ വലാ യംലികു ലഹും ദർറൻ വലാ നഫഅ. ആയത്ത് നോദിക്കേ, അഫലാ യറൂന അല്ലാ യർജിഉ ഇലൈഹിം ഖൗലൻ വലാ യംലികു ലഹും ദർറൻ വലാ നഫഅ. അഫലാ യറൂന, എന്നാൽ അവർ കാണുന്നില്ലേ, അല്ലാ യർജിഉ ഇലൈഹിം ഖൗലാ, നിങ്ങൾ എന്തെങ്കിലും ഈ പശുക്കുട്ടിനോട് അങ്ങോട്ട് ചോദിച്ചാൽ ആ പശുക്കുട്ടി ഒരു കൗലും ഇങ്ങോട്ട് പറയുന്നില്ലല്ലോ. നിങ്ങൾ അങ്ങോട്ട് സംസാരിച്ചാൽ ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാത്തതാണോ നമ്മുടെ ആരാധ്യൻ? മറുപടി പറയാത്ത, തിരിച്ചു മടക്കി പറയാത്ത, കൗല് പറയാത്ത, വലാ യംലികു ലഹും ദർറ, ഒരു ഉപദ്രവവും വലാ യംലികു സ്വാധീനമാക്കാൻ കഴിയാത്ത, ലഹും അവർക്ക്, ദർറൻ ഒരു ഉപദ്രവം ഉണ്ടാക്കാൻ കഴിയില്ല. ഈ സാധനം വിചാരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉപദ്രവം വരുത്താൻ കഴിയില്ല. വലാ നഫഅൻ, ഒരു ഉപകാരത്തിനും സാധിക്കൂല. ഇതെങ്ങനെയാണ് ആരാധ്യനാവുക? ചോദിക്കേണ്ട ചോദ്യമാണ്. ഈ സാധനം നിങ്ങൾക്ക് ഉപകാരം വരുത്തൂല, ഈ സാധനം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ കഴിയില്ല, നിങ്ങൾ പറയണതിനൊന്നൊരു മറുപടി ഉണ്ടാവില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതൊരു ആരാധ്യ വസ്തുവായിട്ട് പറയാൻ പറ്റുക? അവർക്കതിൻ്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ തൂക്കിയിട്ട കോടാലി പഠിപ്പിച്ചു കൊടുത്ത പോലെ ഇവരോട് തിരിച്ചു ചോദിക്കാൻ, ഇത് ആരാധ്യ വസ്തു അല്ല. ആണെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാനോ ഉപകാരം ചെയ്യാനോ എന്തിനെങ്കിലും സാധ്യമാകേണ്ടതായിരുന്നു, അവർക്ക് സാധിക്കുന്നില്ല. മാത്രമല്ല, ഒരാരാധ്യ വസ്തുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരു ആരാധ്യൻ എന്ന് പറയുന്ന ഇലാഹിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി സൃഷ്ടിക്കാനുള്ള കഴിവുണ്ടാകണം. സാമരി ഉണ്ടാക്കിയ പശുക്കുട്ടി മനുഷ്യൻ ഉണ്ടാക്കിയതാണ്, സൃഷ്ടിയാണ്. വത്തഖദു മിൻ ദൂനിഹി ആലിഹതൻ ലാ യഖ്ലുഖൂന ശൈആ, അവരൊന്നും സൃഷ്ടിക്കാത്ത ആരാധ്യന്മാരാണ്. വഹും യുഖ്ലഖൂൻ, അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. വലാ യംലികൂന ബിഅൻഫുസിഹിം ദർറൻ വലാ നഫഅ, സ്വന്തത്തിന് പോലും ഒരു ഉപകാരോപദ്രവം ചെയ്യാൻ കഴിയാത്ത സാധനങ്ങൾ എങ്ങനെയാണ് ആരാധ്യ വസ്തുക്കളാവുക? വലാ യംലികൂന മൗതൻ വലാ ഹയാതൻ വലാ നുശൂറ, ജീവിതമോ മരണമോ അതല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പോ
ഒന്നും ചെയ്യാൻ കഴിയാത്തവരെങ്ങനെയാണ് ആരാധ്യന്മാരാണ് എന്ന് പറയുക? അത് സാധ്യമല്ല. അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരാൾക്കും ഒരാളെയും ഉപദ്രവിക്കാനോ ഉപകാരം ചെയ്യുവാനോ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ നിങ്ങൾ ജനങ്ങളോട് പറയണം. നബിയാണ് പറയുന്നത്, അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം, നബിയെ നിങ്ങൾ ജനങ്ങളോട് പറയണം, കുൽ നബിയെ പറയൂ, ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ളർറൻ ഇല്ലാ മാ ഷാ അല്ലാഹ്. നബിയെ പറയൂ, എനിക്ക് എൻ്റെ ശരീരത്തിൽ എൻ്റെ കാര്യത്തിൽ ഒരു ഉപകാരം ചെയ്യാനോ ഉപദ്രവം വരുത്താനോ കഴിയൂല, ഇല്ലാ മാ ഷാ അല്ലാഹ്. എപ്പോ? അല്ലാഹ് വിചാരിച്ചാലല്ലാതെ. പിന്നെ അതിനേക്കാൾ വലുതുണ്ടോ വേറെ ആരെങ്കിലും? വലൗ കുന്തു അഅലമുൽ ഗൈബ, ലോകത്തെ എല്ലാ ഗൈബും അറിയുമായിരുന്നെങ്കിൽ, എനിക്കറിയാമായിരുന്നെങ്കിൽ, ലസ്തക്സർതു മിനൽ ഖൈരി, ഞാൻ ഒരുപാട് ഖൈറുകൾ ചെയ്യുമായിരുന്നു. വമാ മസ്സനിയസ്സു, എനിക്കൊരു ദോഷം വരൂലായിരുന്നു. എനിക്ക് എന്തൊക്കെ ദോഷങ്ങൾ വന്നു, എന്തൊക്കെ പരീക്ഷണങ്ങൾ വന്നു, എന്തൊക്കെ വിപത്ത് വന്നു, എനിക്കറിയോ അതെങ്ങനെയൊക്കെയാണെന്ന്. ഇൻ അന ഇല്ലാ നദീറുൻ, ഞാനൊരു നദീറാണ്, വബശീറുൻ, ബഷീറാണ്, ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ആൾക്കാർക്ക്. ഇത് നബിമാര് മാത്രമല്ല, നമ്മളും പ്രഖ്യാപിക്കേണ്ട. എല്ലാ നിസ്കാരം കഴിഞ്ഞിട്ട് എന്നെ ഉപദ്രവിക്കാനോ എനിക്കൊരു ദോഷം ചെയ്യാനോ എനിക്ക് കഴിയില്ല, അള്ളാഹ് വിചാരിച്ചത് എൻ്റെ ജീവിതത്തിൽ നടക്കുള്ളൂ എന്ന് നമ്മൾ പറയുന്നുണ്ട്. എപ്പോ? ഫർള് നമസ്കാരം കഴിഞ്ഞാലുള്ള അദ്കാറുകളിൽ. നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു വിഷയം എന്താണെന്നറിയോ? നമ്മുടെ നമസ്കാരങ്ങളിലുള്ള ധാരാളക്കണക്കിന് അശ്രദ്ധകൾ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന്, സുന്നത്ത് നിസ്കാരങ്ങൾ ഒരുപാടുണ്ട്, സുന്നത്ത് നമസ്കരിക്കണില്ല. ഇപ്പം നമ്മൾ പള്ളിയിൽ ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ, ഒരു ളുഹറിന് വന്നൊരു വ്യക്തി, അസറിന് വന്നൊരു വ്യക്തി, ളുഹറിന് വന്നാൽ ളുഹറിൻ്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കാം, അസറിന് വന്നാൽ അസറിൻ്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. പക്ഷെ ഇവനിങ്ങനെ നടക്കണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണു, അവിടെ നിൽക്കണു, ഇവിടെ നിൽക്കണു, സ്റ്റെപ്പ് നിൽക്കണു, അവിടെ നിൽക്കണു, പള്ളിൻ്റെ ഉള്ളിൽ കയറിക്കണു, സുന്നത്ത് നിസ്കരിക്കണില്ല. ഇവൻ നോക്കണത് എപ്പോഴാ ഇഖാമത്ത് എന്ന് മാത്രമേ ആലോചിക്കണുള്ളൂ. ഒരു 2 റക്അത്ത് റവാത്തിബ് നമസ്കരിക്കാനുള്ള ചാൻസ് കിട്ടി. ഇതിനേക്കാൾ വലിയ ശൈത്താനിയത്ത് എന്താ ഉള്ളത്? ചാൻസും അവസരവും പള്ളിയിലെത്തിയിട്ട് പോലും, അവന് നമസ്കരിക്കാനുള്ള അവസരങ്ങൾ മുമ്പിൽ വന്നിട്ട് പോലും അതിൽ നിന്ന് അവൻ വിമുഖത കാണിക്കുന്ന, അല്ലെങ്കിൽ അശ്രദ്ധനാക്കപ്പെടുന്നു. നമസ്കാരത്തിനകത്ത് വേണ്ടുന്ന ഖുശൂഉം ഭക്തിയും കാണിക്കാതെ കുറേ നമസ്കാരങ്ങൾ നടന്നു പോകുന്നു. നമസ്കാര ശേഷം അനുബന്ധമായി പറയപ്പെട്ട ദിക്റുകളും പ്രാർത്ഥനകളും, അതിലേറ്റവും ശ്രേഷ്ഠമായി പറഞ്ഞ ആയത്തുൽ കുർസി നോക്കൂ നിങ്ങൾ. ആയത്തുൽ കുർസി എന്ന ആ ഒരൊറ്റ ആയത്ത്, ലം യംനഉഹു ദുഖൂലുൽ ജന്നതി ഇല്ലാ അൻ യമൂത്ത്, അവന് മരണമല്ലാതെ സ്വർഗത്തിനൊരു തടസ്സവുമില്ല എന്നാണ് ഹദീസ് പറഞ്ഞത്. ആ ഹദീസ് കേട്ടിട്ട് മഹാനായ ഇമാം ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്താണ്, എൻ്റെ ഉസ്താദ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ ആയത്തുൽ കുർസി ഓതുക എന്ന ഈ കാര്യത്തിൽ മറവി സംഭവിച്ചാലല്ലാതെ അദ്ദേഹം അത് ഉപേക്ഷിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. അത്രയും ആ ഒരു ദിക്റിന് പ്രാധാന്യം കൊടുത്തിരുന്നു. ധാരാളക്കണക്കിന് അദ്കാറുകളുണ്ട്. നമസ്കാര ശേഷം നമ്മൾ പറയുന്ന ദിക്റുകളെ കൊണ്ട് പല കാര്യങ്ങളുമുണ്ട്. പറയുന്ന കാര്യത്തിന് ചില പ്രസക്തിയുണ്ട്. അതിൽപ്പെട്ടതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത എന്ന് പറഞ്ഞേ. اللهم لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد. ഒന്നുകൂടി പറഞ്ഞേ. اللهم لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد. അർത്ഥം, അല്ലാഹുവേ ലാ മാനിഅ ലിമാ അഅതൈത, നീ നൽകിയത് തടുക്കാൻ ഒരാൾക്കും സാധ്യമല്ല. നമ്മൾ ആവശ്യമില്ലാതെ ബേജാറാവാണ്, നമ്മൾ ആവശ്യമില്ലാതെ ടെൻഷനാവാണ്. പടച്ചോൻ തന്നത് തടുക്കാൻ ഒരു ശക്തിക്ക് സാധ്യമല്ല. പിന്നെ വലാ മുഅ്തിയ ലിമാ മനഅത, നീ തടഞ്ഞത്
തരാനും ഒരാളെ കൊണ്ടും സാധ്യമല്ല. പടച്ചോൻ തരാൻ വിചാരിച്ചിട്ടില്ലെങ്കിൽ അത് കിട്ടാൻ പോണില്ല. അടുത്തത് വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്, നിന്റെ അടുക്കൽ ഐശ്വര്യമുള്ള ഒരാൾക്ക് അവന്റെ ധനം ഉപകരിക്കുകയില്ല. നീ തരുന്നതിൽ നിന്റെ ഐശ്വര്യത്തെക്കാൾ വേറെ വല്ല ഐശ്വര്യം ഞങ്ങൾക്കില്ല. ഞങ്ങളെ കയ്യിലുള്ള സമ്പത്തൊന്നൊരു സമ്പത്തല്ല. നിന്നെ കൊണ്ടല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹൈറോ ഷറോ വരാൻ കഴിയില്ല എന്ന് നമസ്കാര ശേഷം പറയണ്ടേ നമ്മൾ? ഏതാ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത, അല്ലാഹുവേ നീ നൽകിയതിനെ തടുക്കാൻ ഒരാൾക്കും സാധ്യമല്ല. വലാ മുഅതിയ, നൽകാനും കഴിയൂല. ലിമാ മനഅത, നീ തടഞ്ഞതിനെ വേറൊരാൾക്ക് തരാനും സാധ്യമല്ല. വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്, നിന്റെ അടുക്കൽ നിന്നുള്ള ഐശ്വര്യമുള്ളവന് അവൻ്റെ ധനം ഉപകരിക്കുകയില്ല. നിന്റെ ഐശ്വര്യത്തെക്കാൾ വേറെ വലിയ ഐശ്വര്യങ്ങൾ ഇല്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളും ആലോചിക്കേണ്ടത്, നമ്മളും പറയേണ്ടത് ആ വാക്കുകളാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു നഫഉം ദർറും തരാൻ കഴിവുള്ളത് പടച്ചോനെ മാത്രമാണെന്ന് വിശ്വസിക്കുകയും അതിൽ നിന്ന്, അതുകൊണ്ടാണല്ലോ നമ്മൾ ഖുൽ അഊദു ബിറബ്ബിന്നാസിലും ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കിലും ഒക്കെ എപ്പോഴും പറയുന്നത് ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. അള്ളാഹുവിനോടാണ് കാവൽ ചോദിക്കുന്നത്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്, എല്ലാ ഷർറിൽ നിന്നും നമ്മൾ കാവൽ ചോദിക്കുന്നത് റബ്ബിനോടാണ്. റബ്ബിനാണ് നമ്മുടെ ഷർറ് തടയാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു നിഅമത്തിനെ തടുക്കാൻ വേറൊരാൾക്ക് സാധ്യമല്ല എന്ന് പറയുമ്പോൾ നമുക്ക് നൽകുന്നൊരു വിശ്വാസമുണ്ട്. പടച്ചോൻ തരൂലാന്ന് തീരുമാനിച്ചൊരു കാര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ എവിടെ പോയാലും കിട്ടാൻ പോണില്ല എന്ന് പറയാം. അങ്ങനെ ഒരുപാട് നമ്മുടെ മനസ്സിനെ ഒരു സന്തോഷം, ഒരു സംതൃപ്തമായ ഒരു ജീവിതത്തിന് പ്രേരിപ്പിക്കുന്നൊരു വിശ്വാസം കൂടി അതിൻ്റെ ഉള്ളിലുണ്ട്. ആ വിശ്വാസവും തൃപ്തിയും നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ വേറെ വേറെ കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത്. തെറ്റായ പല വഴികൾ അവർ അന്വേഷിക്കുന്നത്. ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോണതിൻ്റെ കാരണം എന്ത്? ദർഗകൾ തേടിപ്പോകുന്നതിൻ്റെ കാരണം എന്ത്? ഏലസും ചരടും കെട്ടുന്നതിൻ്റെ കാരണം എന്ത്? ഈ വിശ്വാസത്തെ മറികടന്ന് പോകുമ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ഈമാനികമായ ജീവിതത്തിന് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ നമ്മുടെ ദോഷങ്ങളും പാപങ്ങളും പടച്ച റബ്ബ് നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. രോഗികളായ നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും അല്ലാഹു തആല ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ.